ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എറണാകുളം പോവാണ്. എറണാകുളം കാക്കനാട് പോവാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഇടിയിൽ എൻ്റെ ലാപ്ടോപ്പാണോ ചാർജറാണോ എന്തോ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓഫീസിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വ്ളോഗ് കാണാം. ഇപ്പോൾ ടൈം ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ള. ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒരു മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് പോവാം. യുമേഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. ഇത് വല്ലാത്ത പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്, തീരാറായി. ഇത് ഗാർണിയറിൻ്റെ ക്രീമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജിയോ മാർട്ടിൽ പോയപ്പോൾ വെറുതെ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. നല്ല പഠിച്ച് റെഡി ആവുന്നതിനിടയ്ക്ക് ഉമ്മച്ചി താഴെ ഒടിച്ചിട്ട് പോകാമെന്ന് പറയണ്ടേ, പക്ഷെ എനിക്ക് സമയമില്ല. പിന്നെ ചായ ഒടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നുമ്പോൾ വിശക്കും. അവിടെ ഞാൻ ചായ കുടിക്കണമെന്നാണ് വിചാരിക്കുന്നത്. സൺസ്ക്രീൻ ഇട്ടു, ഗാർണിയറിൻ്റെ ഫേസ് ക്രീം ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, ഐലൈനർ ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. 6:30 6:40 ബസ് വരും. ഇപ്പം ഇറങ്ങി ഓടിയാലാണ് ബസ് കിട്ടുള്ളൂ. കമ്മലിട്ടേക്കും. സോ ഇത്രയും റെഡിയാകുന്നുണ്ട്. ഒരു ഷോളും കൂടി ഇടുന്നുണ്ട്. ഹൈ, ഇപ്പോഴാണ് വെട്ടത്ത് കാണുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് പോകാം. പോയിട്ട് വരാം. പോവാന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം, എന്നാലാണ് ബസ് സ്റ്റോപ്പ് എത്തുള്ളൂ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഈ നേരത്ത് ഇറങ്ങി പോകുന്നതായത് കാരണം നല്ല അന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ഓർമ്മയുണ്ട് എപ്പോഴും. ഇപ്പോൾ കുറേ ആയി, ഒരു 6 മാസത്തോളമായി കാക്കനാടിന് പോയിട്ട്. 6 മാസം കഴിഞ്ഞു. പുതിയ ജോബ് കിട്ടിയ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. കൊള്ളാലേ, നല്ല വ്യൂ. അപ്പോൾ ഫോണിൽ എത്ര നേരം ചാർജ് നിൽക്കുമെന്നോ വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല. ഏതായാലും നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ചമ്മലും ചളുപ്പുണ്ട്. അപ്പോൾ അതാ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട് ഇന്ന്, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി തൊടുപുഴ ഇറങ്ങി തൊടുപുഴയിൽ നിന്ന് കാക്കനാട് ബസ്സിന് കയറണം. അപ്പോൾ ഓക്കെ, വീഡിയോയിൽ കാണാം. ബൈ. തുടക്കത്തിലൊക്കെ കാഴ്ച കണ്ടിരുന്നെങ്കിലും പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോൾ കാക്കനാട് എത്തി. അന്നേരം ഞാൻ എത്തി നോക്കുമ്പോൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായി. ഞാൻ ഇറങ്ങി, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓഫീസിൽ ചെന്നിരുന്ന് കുറച്ച് നേരം രാവിലത്തെ വർക്കുകളൊക്കെ അത്യാവശ്യം തീർത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങി. ഞാൻ ബസ് ഒന്ന് ഇറങ്ങിയപ്പോഴേ തൊട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഗീ മസാല ദോശയും ഉഴുന്നുവടയും കോഫി അടങ്ങുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ലാപ്ടോപ്പിൻ്റെ ചാർജറിനാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ വേറെ ചാർജർ മാറി. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അതാ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല പോലെ ഞാൻ ടയേർഡായിട്ടുണ്ട്. എൻ്റെ ചാർജും തീരാറായി ഏകദേശം. ഹായ്, ഞാനിപ്പം ഒരു 3:30 ആയപ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ച് നേരെ ബസ്സിൽ കയറി. ഇന്ന് ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ നാളെ ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അത് കഴിഞ്ഞും മൂവാറ്റുപുഴ വന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് എനിക്ക് ബസ് കിട്ടിയില്ല തൊടുപുഴയ്ക്ക്. ഇപ്പോൾ ഒരു സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഞാനൊരു 8 മണിയായപ്പോഴാണ് ഞാൻ എന്നിട്ട് വീട്ടിൽ വരുന്നത്. ഞാൻ കസിൻ്റെ കൂടെ ഞാൻ വണ്ടിക്ക് വന്നു. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തി. സത്യമായിട്ട് നല്ല ടയേർഡാണ്, മടുത്തു, ഉപ്പാടിളകി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ മുഖം കണ്ടറിയാം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.